വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിത് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഹാഫ് വർക്ക് ഡേ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഡേ എൻഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്ന്. ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ഐ ഗോട്ട് വെരി ബിസി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു എന്ന് ഷൂട്ട് ചെയ്താലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമുക്ക് പേഷ്യൻ്റ് റഷ് വരുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് ആണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ബട്ട് ആസ് ഡേ പാസ്റ്റ് നമുക്ക് പേഷ്യൻസ് ഒരുപാട് വരാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ച പോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഓൾസോ ഞാനും വളരെ സിക്കായിരുന്നു ആ ഒരു ഡേ. ഇപ്പോൾ ഞാൻ എൻ്റെ മെഡിസിൻസ് എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഹോപ്പ്ഫുള്ളി ടു ഗെറ്റ് ബെറ്റർ. കാരണം പേഷ്യൻ്റ് വരുമ്പം എനിക്കൊരിക്കലും സിക്കായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. മെഡിസിനൊക്കെ എടുത്തതിൻ്റെ ശേഷം നല്ല ഡിസ്കംഫേർട്ടായിരുന്നു, ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു. അങ്ങനെ ഞാൻ റെസ്റ്റ് റൂമിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫസ്റ്റ് പേഷ്യൻ്റ് വന്നു, വീണ്ടും വന്നു, സെക്കൻഡ് പേഷ്യൻ്റ് വന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നപ്പോഴാണ് അപ്പുറത്തെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഭയങ്കര ബഹളം കേട്ട്. അപ്പോൾ അതെന്താണെന്ന് പോയി നോക്കി. റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ OP റൂമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് അന്ന് വരുന്ന പേഷ്യൻസിനെല്ലാം ഏറെക്കുറെ എൻ്റെ അതേ ബുദ്ധിമുട്ടുകളായിരുന്നു. ഇന്ന് നമ്മളുടെ കോഫി ബ്രേക്കും കുറച്ച് ലേറ്റായിട്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ഗ്ലാസ് പൊട്ടിയിട്ട് ഒരു പേഷ്യൻ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ സൂച്ചറിങ് പരിപാടികളായിരുന്നു അടുത്തത്. സൂച്ചറിങ്ങും കഴിഞ്ഞ് 2-3 പേഷ്യൻറ്റിനെ നോക്കി തിരിച്ചു വന്നപ്പം നമ്മുടെ കോഫി നല്ല രീതിക്ക് തണുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക, ആ കോൾഡ് കോഫി ഇരുന്ന് കുടിക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ ഒരുപാട് ഹൈ ഗ്രേഡ് ഫീവറുള്ള പേഷ്യൻസ് അന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചേട്ടൻ ഡീസൽ അറിയാണ്ട് കുടിച്ചിട്ട്, ഒരമ്മ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് അതിൻ്റെ അലർജി റിയാക്ഷനായി വന്നത്, പിന്നെ ഒരു പ്രായം ചെന്ന ഉപ്പ MI ആയി വന്നത്, അതിൻ്റെ കൂടെ ഒരുപാട് ഗ്യാസ്ട്രൈറ്റിസ് അടിച്ചിട്ടുള്ള പേഷ്യൻസും. ഒബ്സർവേഷൻ റൂമിലെ എല്ലാ ബെഡും അന്ന് ഫുള്ളായിരുന്നു. കണ്ടിന്യൂസ് പേഷ്യൻസ് കാരണം എൻ്റെ പനി എവിടെ പോയെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ളൊരു ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ അന്നത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ടയേർഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.